എടാ ചെക്ക, ഊണുമേശയിലിരിക്കടാ. ഓ വേണ്ട, എനിക്ക് നിലത്തിരിക്കാനാ ഇഷ്ടം. എന്നാലേ സൗകര്യമായിട്ട് കഴിക്കാൻ പറ്റൂ. ഹരി നിലത്തായി പായ വിരിച്ചു അതിലേക്കിരുന്നു. ഈ ചെക്കനെ കൊണ്ട് തോറ്റു. ദേവിയമ്മ ചിരിയോടെ അവൻ്റെ പ്ലേറ്റിലേക്ക് ചൂട് ചമ്പാവരി കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയും മാങ്ങ അച്ചാറും വിളമ്പി. പപ്പടം ഇല്ലേ അമ്മ? ഓ അത് മറന്നു മോനെ. ഇനി ഇവിടെ നിന്നും എഴുന്നേൽക്കണം. പതിയെ നിലത്ത് കൈകുത്തി എഴുന്നേൽക്കാൻ ഒരുങ്ങി. വേണ്ട, ഞാൻ എടുക്കാം, അമ്മ ഇരുന്നോ. ഹരി എഴുന്നേറ്റു. ടേബിളിലിരുന്ന ടിന്ന് തുറന്നു. 2 പപ്പടവും എടുത്ത് നിലത്തായിരുന്നു. കഞ്ഞി കോരി കുടിക്കുന്ന മകനെ നോക്കിയിരിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എടാ മക്കളെ, ഈ ഒറ്റപ്പെട്ട ജീവിതം വലിയ വേദന തന്നെയല്ലേ? ആണ്. എന്നാലും ഇതിനും ഒരു സുഖമുണ്ട്. അവൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. കൃഷ്ണേട്ടനെ ഞാൻ സ്നേഹിച്ച് പോയതിൻ്റെ പേരിൽ ആ മനുഷ്യന് നഷ്ടമായത് കുടുംബവും കൂടപ്പിറപ്പുകളെയുമാണ്. ശബ്ദം തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാത്തതുപോലെ സാരിത്തുമ്പാൽ കണ്ണുകൾ അമർത്തി തുടച്ചു. എൻ്റെ അമ്മ, ഇങ്ങനെയുള്ള കുടുംബം അത് ഇല്ലാതെ ഇരിക്കുന്നതാ നല്ലത്. ഓരോന്ന് പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിക്കാതെ കഴിക്കാൻ നോക്ക്. അവൻ പപ്പടം പൊട്ടിച്ച് വായിലേക്ക് വെച്ചു. ഹരി, നീ മോളെ കണ്ടായിരുന്നോ? ആ കണ്ടു. ആ പാവത്തിന് അവിടെ അപ്പിടി വേലയാ. ഉള്ള ജോലി പോരാഞ്ഞ് ഇപ്പം മുംബൈയിൽ നിന്ന് ഒരടാറ് സാധനം ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആര്? അമ്മയുടെ കണ്ണിൽ ആകാംക്ഷ. അത് വല്യമ്മച്ചിയുടെ മൂത്ത മകനില്ലേ, അച്ഛൻ്റെ ഫ്രണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും. സാമുവൽ ആ ചേട്ടൻ്റെ ആണോ? ആ അങ്ങനെ ഏതാണ്ടാണ്. ആ ആൻറ്റിയുടെ പേര് നീരജ. അവര് ഒരു പാവ. പക്ഷേ ആ ചെക്കൻ ഇത്തിരി അല്ല, നല്ല വെടക്ക. നോട്ടം കാണണം. മൂക്കിന് ഒരു കുത്തു കൊടുക്കാൻ തോന്നി. എൻ്റെ പ്രായം വരും. മുടിയൊക്കെ നീട്ടി വളർത്തിയ മോഡേൺ ഡോക്ടർ. എൻ്റെ മോന് എന്താണ് ഒരു കുശുമ്പ്. മൂക്ക് വിറയ്ക്കുന്നുണ്ടല്ലോ. എന്ത് കുശുമ്പ്. പാവം നിഷയുടെ കഷ്ടകാലം. അവൻ്റെ തുണികൾ അവളാ അലക്കുന്നത്. വന്നതും പോകുന്നതും അതിൻ്റെ തലയിലാ. അവനിൽ ദേഷ്യം. പറഞ്ഞിട്ട് കാര്യമില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലാതായാൽ ഇങ്ങനാ. ഔസേപ്പ് സാർ ഉണ്ടായിരുന്നാൽ ഇത്ര കഷ്ടപ്പാട് വരില്ലായിരുന്നു. അമ്മ നിശ്വാസത്തോടെ എഴുന്നേറ്റു. നാളെ അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. ആണോ? ഉണ്ടാക്കാം. കൃഷ്ണേട്ടനും മോൾക്കും ഉണ്ണിയപ്പം വലിയ ഇഷ്ടാ. ഹരി ഉമ്മറത്ത് നിലത്തായി ഫില്ലറിൽ ചാരിയിരുന്നു. പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള വാതിലടച്ച് ദേവിയമ്മ പുറത്തേക്ക് വന്നു. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? കിടക്കുന്നില്ലേ? കിടക്കണം, വല്ലാത്ത ചൂട്. അവൻ നിലത്തായി മലർന്നു കിടന്നു. ചെക്ക, ടെയിലിൽ ഇങ്ങനെ കിടക്കാതെ, ശരീരത്തിന് കേടാ. അമ്മയും അച്ഛനെ പോലെ ഡോക്ടറാണോ? ഒന്ന് പോയേടാ ചെക്ക. ദേവിക അവന് അരികിലായിരുന്നു. നടുവേദനയാ, മറക്കണ്ട. ഇരുന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ എന്നോട് പറയരുത്. അമ്മ അവനെ കൂർപ്പിച്ച് നോക്കി. ഹരി കണ്ണ് ചിമ്മി അടച്ചു. എടാ മോനെ, നീ രാവിലെ പോയാൽ വൈകുന്നേരമാ വരുന്നത്. അതുവരെ ഞാനും എൻ്റെ മെഷീനും വയ്യ, മടുത്തു. എന്തേ മെഷീൻ തിരികെ ഒന്നും പറയുന്നില്ലേ? ദേ ഹരി കൂടുന്നുണ്ടേ. ദേവിക്കുട്ടിയുടെ റൂട്ട് എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. ഇന്നും ബ്രോക്കർ വന്നിരുന്നു. 2 കുട്ടികളുടെ ഫോട്ടോ കാണിച്ചു. ഒരാൾ ടീച്ചറാണ്, മറ്റൊരാൾ വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അമർത്തി മൂളിക്കൊണ്ട് ഹരി എഴുന്നേറ്റിരുന്നു. എൻ്റെ അമ്മ, എന്തോ ഇപ്പൊ കല്യാണത്തിന് മനസ്സ് പാകമായിട്ടില്ലാന്ന് ഒരു തോന്നൽ. പാകം വരാൻ 8 വയസ്സല്ല, 28 വയസ്സാണ്. 2 വർഷം കഴിഞ്ഞാൽ 30 ആകും. പിന്നെ പെണ്ണ് കിട്ടാൻ വലിയ പാടാ. അവൻ നിലത്തു നിന്നും എഴുന്നേറ്റു. അമ്മ വന്നേ, കിടക്കാം, ഉറക്കം വരുന്നു. ഹരി കോട്ടുവായിട്ടു. അവരെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അല്ലേലും കല്യാണക്കാര്യം പറയുമ്പോൾ ഈ ഒഴിഞ്ഞുമാറൽ പതിവാ. നിനക്കിനി ഏതേലും പെൺകുട്ടിയെ ഇഷ്ടമാണോ? ഹരി മൗനമായി. ഇന്ന് പാലയ്ക്കൽ വെച്ച് നാൻസിയെ കണ്ടായിരുന്നു ഹരി. റൂമിലേക്ക് കയറിയവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അമ്മ ഉറക്കെ വിളിച്ചു. എങ്ങനെ അറിയാം? അത് ആ കൊച്ച് ഒരു ദിവസം ടോപ്പ് ആൾട്ടർ ചെയ്യാൻ ഇവിടെ വന്നിരുന്നു. ദേ നിന്റെ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. അവൾക്ക് നിന്നെ ഇഷ്ടാ. അമ്മ ടേബിളിലിരിക്കുന്ന ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി. എൻ്റെ അമ്മ, അത് ഒരഹങ്കാരം പിടിച്ച സാധന. പിന്നെ വേഷം, പറയാതിരിക്കുന്നതാ ഭേദം. ഇഷ്ടം പറഞ്ഞ് വന്നതാ, ഞാൻ ഓടിച്ചു. കോളേജിലും നല്ല പേരൊന്നും അല്ല. എൻ്റെ ഹരി, അമ്മയ്ക്ക് ഇനി എത്ര നാളാ?
നിന്റെ കല്യാണം കൂടി കണ്ട് കണ്ണടയ്ക്കണം, അതാ ആഗ്രഹം. ഈ കണ്ണ് അടയണ്ട, നമുക്കിങ്ങനെ അടിച്ചും പിണങ്ങിയും അങ്ങ് കൂടാം. മൂന്നാമത് ഒരാൾ വന്നാൽ എൻ്റെ പാവ അമ്മയെ സ്നേഹിക്കുമോയെന്ന് അറിയില്ലല്ലോ, ആ ഒരു പേടി, അതാ, അല്ലാതൊന്നുമില്ല. അവൻ റൂമിലേക്ക് കയറി. ഈശ്വര, ഒരു പാവം ചെക്കനാ, ഒരടിക്കും പിടിക്കും പോവില്ല. അടി കിട്ടിയാലും മിണ്ടാതെ നിന്ന് വാങ്ങും, അതാ സ്വഭാവം. നിനക്കറിയാലോ, നല്ല അച്ചടക്കമുള്ള ഒരു മോളെ കൊണ്ടുവന്ന് അവന് കൊടുക്കണേ. ദേവിയമ്മ പ്രാർത്ഥനയോടെ നിന്നു. കാലിൽ വല്ലാത്ത വേദന. നിഷ കണ്ണുകൾ ചിമ്മി തുറന്നു. ഷോ, ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. കണ്ണ് തിരുമ്മി തല ചരിച്ച് നോക്കിയതും ഒന്ന് ഞെട്ടി. കസേരയിൽ ചാരിയിരുന്ന് ഏതോ ബുക്ക് വായിക്കുവാണവൻ. ഇമ ചിമ്മാതെ ആ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. കാണാൻ എന്ത് ഭംഗിയാ അല്ലേ, ഇങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടിരിക്കുന്നതിനെ ഞാൻ ആദ്യമായാ കാണുന്നേ. പിന്നെ താടി, അത് കാരണം മുഖം എങ്ങനാന്ന് അറിയാൻ പറ്റുന്നില്ല. ഡോക്ടർമാര് താടി വളർത്തണം എന്ന് നിർബന്ധമുണ്ടോ? എന്താണ്, ഇഷ്ടായോ? അവൻ്റെ ഉറച്ച ശബ്ദം. ഞെട്ടലോടെ അവൾ കണ്ണുകൾ പിൻവലിച്ചു. നേരം പുലർന്നിട്ടൊന്നുമില്ല, സമയം 12 ആയതേ ഉള്ളൂ. അയ്യോ വേണ്ട, ഇനി അതിന് ഭ്രാന്ത് ഇളകിയാലോ? അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. പോകുന്നില്ലേ? അവൻ തലകുലുക്കി. ഉറക്കം വരുന്നില്ലേ? ഏയ് ഇല്ല, എനിക്ക് ഉറക്കം തീരെ കുറവാ. ഉറക്കം കുറഞ്ഞാലും ഭ്രാന്തുണ്ടാകും, ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു. ഡെന്നി ചെയറിൽ നിന്നും എഴുന്നേറ്റു. അത് ശരിയാ, ഉറക്കം വരാനും ഭ്രാന്ത് മാറാനും എനിക്ക് ഒരു മരുന്ന് വേണം. എന്തു മരുന്ന്? മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാനാണേൽ 2 കിലോമീറ്റർ അപ്പുറത്ത് എല്ലാ മരുന്നുകളും കിട്ടുന്ന വലിയ ഷോപ്പുണ്ട്. അവളിലെ നിഷ്കളങ്കമായ ഭാവം. അവൻ മുടിയിൽ വിരൽ കടത്തി തഴുകി. കണ്ണുകൾ അടച്ച് നിഷയ്ക്ക് അരികിലായിരുന്നു. എൻ്റെ കർത്താവേ, ഇതിപ്പോ വല്ലാത്ത കഷ്ടമാണല്ലോ. ഡെന്നി കൈ രണ്ടും കൂട്ടിത്തിരുമി നിഷയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. എൻ്റെ കുഞ്ഞിപ്പെണ്ണെ, നിന്റെ തലയിൽ ആൾതാമസം കുറവല്ലേ? അവൾ ഉമിനീർ വിഴുങ്ങിയിറക്കി. പിടപ്പോടെ കുറച്ച് നീങ്ങിയിരുന്നു. കിടന്നോ? വേണ്ട, ഡോക്ടർ പോയിക്കോ. പെട്ടെന്ന് വായ പൊത്തി പിടിച്ചു. ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി. സോറി. സ്വീകരിച്ചിരിക്കുന്നു. ഇനി വിളിച്ചേ കേൾക്കട്ടെ. അവൻ്റെ ചെവി അവളിലേക്ക് അടുത്തു. എന്ത് വിളിക്കാൻ? സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ എഡിനെ കണ്ട് പേടിയോടെ ഒന്ന് വിളിച്ചില്ലേ, ആ വിളി കേൾക്കാൻ വല്ലാത്ത മോഹം. അവളുടെ ചുണ്ടുകൾ ഒന്ന് കൂർത്തു. ഞാൻ മറന്നു, ആ സമയത്ത് അറിയാതെ വന്നതാ. എന്താ വിളിച്ചേ? ആഹാ, നീ ആള് കൊള്ളാലോ. വിളിക്കില്ലാന്ന് വാശിയാണോ? ഇല്ലാന്ന് മറന്നു. ഡെന്നി തലകുലുക്കി. ഇടയ്ക്കിടെ നിഷയുടെ കണ്ണുകൾ ടോയ്ലറ്റിന്റെ ഭാഗത്തേക്ക് നീണ്ടു. കർത്താവേ, കാലും വയറും വേദനിക്കുന്നു. ഇനി ഇരുന്നാൽ പണി കിട്ടും. ഈ വട്ട് കേസ് പോകുന്നതുമില്ല. നിഷ ഇരുന്ന് ഞെളിപിരി കൊള്ളുന്നുണ്ട്. ഡെന്നി ബെഡിൽ നിന്നും എഴുന്നേറ്റു. മുന്നിലേക്ക് നടന്നു. ഭാഗ്യം, പോവാണ്. അവൾ നെഞ്ചത്ത് കൈവച്ചു. അവൻ ടേബിളിലിരുന്ന വെള്ളം കയ്യിലേക്ക് എടുത്തു. ദേ, ഈ വെള്ളവും ടാബ്ലറ്റും കഴിച്ചോ, കാലുവേദന മാറും. ദയനീയമായി ഗ്ലാസ്സിലേക്ക് നോക്കി. കർത്താവേ, ഈ വെള്ളം കൂടി കുടിച്ചാൽ എന്താ? ഇനി ടാബ്ലറ്റ് കഴിക്കാനും പേടിയാണോ? അല്ല, എനിക്ക് അത് പിന്നെ. നിഷ വിക്കി. ഡെന്നിയുടെ മുഖം ചുളിഞ്ഞു. എന്തേ, ടോയ്ലറ്റിൽ പോകണോ? ചമ്മലോടെ തല കുലുക്കി. വാ. ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നിന്റെ ഇച്ഛായനല്ലേ ആനി, എന്തിനാ ഈ ഭയം? വാഷ്റൂമിൻ്റെ ഡോർ തുറന്നു. അവൾ അകത്തേക്ക് കയറി. ഞാൻ ഇവിടെ നിൽക്കാം, കാല് നനയ്ക്കരുത്. ഡോർ ലോക്ക് വീഴുമ്പോൾ അവൻ കണ്ണാടിക്ക് മുന്നിലായി നിന്നു. ആള് വീണു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഡെന്നി? പതിയെ പതിയെ നിന്നെ പ്രണയിക്കും. പ്രാണൻ പകുത്തു നൽകിയുള്ള പ്രണയം. ആത്മാവിൽ ചേർത്ത് പിടിക്കാൻ അവളൊപ്പം വേണം. ഡെന്നിയുടെ ആനിക്കൊച്ചായി. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. വാ. തോളിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. ഉറക്കം വരുന്നില്ലേ ആനി? ഇല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം മാത്രം പറയണം. സംശയത്തോടെ അവനെ നോക്കി തല കുലുക്കി. ചെറിയ പ്രായം, ആ അവസ്ഥയെ ആരോടും പറയാതെ എങ്ങനെ മറികടന്നു? അത് എഡ്വിനെ പറ്റി അറിയാവുന്നത് 3 പേർക്കാണ്. ഒരാൾ ജീവിച്ചിരിപ്പില്ല, ഒരാൾ ഞാനാണ്. രണ്ടാമത്തെ ആൾ ഹരിയാണോ? അവൻ്റെ സ്വരം വല്ലാണ്ട് കടുത്തു. ഏയ് അല്ല,
ഹരിയേട്ടൻ്റെ അമ്മ ദേവിയമ്മയോടാ ആദ്യം പറഞ്ഞത്. അങ്ങനെ അച്ഛൻ അറിഞ്ഞു. അച്ഛൻ ഡോക്ടർ ആയിരുന്നില്ലേ, അവർക്ക് ഞാൻ മകളെപ്പോലെ ആയിരുന്നു. മതി, ഈ ടാബ്ലറ്റ് കഴിച്ച് ഉറങ്ങിക്കോ, വേദന മാറും. പൊയ്ക്കോ, ഞാൻ ഉറങ്ങിക്കോളാം. ഞാൻ പോകാം. ആനി ഉറങ്ങിയതിന് ശേഷം അവൾ ബെഡിലായി കിടന്നു. സോറി ആനി, ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല കേട്ടോ. ഇത് ആദ്യത്തേതും അവസാനത്തേതുമാണ്. സാരമില്ല, ഡോക്ടർ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. അവൻ്റെ കണ്ണുകൾ കൂർത്തു. ഷോ, അത് അറിയാതെ. ഹരിയെ ഏട്ടാന്ന് വിളിക്കുന്നുണ്ടല്ലോ, അത് അറിയാതെയാണോ? കണ്ണിൽ കുശുമ്പ്. ഞാൻ കുഞ്ഞിലെ അങ്ങനെ വിളിക്കുക, എന്നോട് കൂട്ടാം, അതാ. ചെക്കൻ്റെ ഇരുണ്ട മുഖം. അരികിലിരിക്കുന്നവനെ നോക്കിക്കിടന്ന് കണ്ണുകൾ അടഞ്ഞു. തലമുടിയിൽ ആ വിരലുകൾ ചലിക്കുന്നുണ്ട്. കർത്താവേ, ഈ സ്നേഹം അത് നഷ്ടമാക്കരുത്. ഞാൻ ഒരാഗ്രഹവും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് ചോദിക്കുക, എനിക്ക് ഈ ഭ്രാന്തൻ ഡെന്നിച്ചനെ വേണം. ഹൃദയം അവനായി മാത്രം തുടിച്ചു. ആനി. അവൾ കണ്ണുകൾ തുറന്നില്ല. മുഖത്ത് ഒരു ചൂട് കാറ്റ്. ആഗ്രഹിച്ചതെന്തോ തന്നിലേക്ക് അടുക്കും പോലെ. നിഷയുടെ കൈവിരൽ ബെഡിൽ മുറുകി. നെറ്റിത്തടത്തിൽ അവൻ്റെ വാത്സല്യ ചൂട്. ഉള്ളം ഉച്ചത്തിൽ മിടിച്ചു. ഇച്ചയ. അറിയാതെ എന്നാൽ അറിഞ്ഞ് അവൾ വിളിച്ചു. സന്തോഷത്തോടെ ഡെന്നിയുടെ കണ്ണിൽ നീർക്കണം ഉരുണ്ട് കൂടി. പിന്നെയും അവൾക്കൊപ്പം ഇരുന്നു. ഉറക്കം ഒന്നാകെ പുഴുകുമ്പോൾ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി എഴുന്നേറ്റു. ഡോർ ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇച്ചായൻ പുറത്തുണ്ടാകും. അവൻ മുന്നിലേക്ക് നടന്നു. എന്തോ ഈ കുഞ്ഞി പെണ്ണിനെ വിട്ട് പോകാൻ കഴിയാത്തതുപോലെ. അകലുമ്പോൾ മനസ്സാകെ ഒരു വേദന. വാതിൽ പടിയിൽ നിന്ന് തിരിഞ്ഞു നോക്കി. ഇത്രനാൾ ഈ ഡെന്നിക്കായി ഒരുവൾ ഇവിടെ പാലമറ്റത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നേൽ പറന്നെത്തുമായിരുന്നു ഞാൻ. ഡോർ ചേർത്തടയ്ക്കുമ്പോൾ നിഷ കണ്ണുകൾ വലിച്ചു തുറന്നു. വല്യപ്പച്ച. ഉള്ളിൽ ആ വലിയ മനുഷ്യൻ്റെ മുഖത്തോടൊപ്പം അവനെയും ചേർത്ത് വെച്ചു. പ്രാണൻ പോലെ. 605 സെല്ലിനുള്ളിൽ കിടന്ന് അയാൾ ഭ്രാന്തനെ പോലെ അലറിക്കരഞ്ഞു. ഡോക്ടേഴ്സ് ഓടി വന്നു. ആള് വയലൻ്റ് ആണ് സാർ. നഴ്സിൻ്റെ വെപ്രാളത്തോടെയുള്ള സ്വരം. സാറിനെ വിളിച്ചായിരുന്നോ? വിളിച്ചു. എത്ര രാത്രി വിളിച്ചാലും കോൾ എടുക്കുന്നതാ. പക്ഷേ ഇന്നിനി എന്ത് പറ്റിയെന്നറിയാൻ വയ്യ. സാറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യരുത് എന്നല്ലേ ഓർഡർ. ഒരു കാര്യം ചെയ്യ്, ആ മാഡത്തെ വിളിക്ക്. ഡോക്ടർ സത്യനാഥ് സെല്ലിനുള്ളിലേക്ക് നോക്കി നിന്നു. എടാ കൊച്ചനെ, നീ എന്താ ഇവിടെ കിടക്കുന്നത്? റൂമിൽ സ്ഥലമില്ലായിരുന്നോ? സെറ്റിയിൽ ചുരുണ്ട് കിടക്കുന്നവൻ്റെ തോളിൽ തട്ടി. അവൻ ഞെട്ടലോടെ ചുറ്റിനും നോക്കി. ഇത് അവൻ്റെ ശീലമാ അമ്മച്ചി. രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നിട്ടുണ്ടാവും. നടന്ന് സംസാരിച്ചാലേ ചെക്കന് ശരിയാവൂ. നടന്ന് ഇവിടെ ഇരുന്ന് കാണും. നീരജ ഡെന്നിയെ ചുഴിഞ്ഞു നോക്കി. ആണോടാ മക്കളെ? അവൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഒന്ന് തപ്പി. അയ്യോ, എൻ്റെ ഫോൺ റൂമിൽ. കുഞ്ഞിപ്പെണ്ണിന് ഒപ്പം ഇരുന്നപ്പോൾ ഫോണും മറന്നു. അവൻ ധൃതിയിൽ സ്റ്റെപ്പുകൾ കയറി. എടാ ഹരി, നീ എഴുന്നേൽക്കുന്നില്ലേ? ഒന്ന് പോ അമ്മ, ഇന്ന് ശനിയാ, കൃഷിഭവൻ തുറക്കില്ല. തലവഴി മൂടിയ ബെഡ്ഷീറ്റ് മാറ്റി. എന്നാ ചായ ഫ്ലാസ്കിലിരിക്കുക. ഞാനൊന്ന് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നീയും വാടാ മക്കളെ. എനിക്ക് വയ്യ. ദേവിക്കുട്ടി തനിയെ അങ്ങ് പോയാൽ മതി. സ്നേഹമില്ലാത്തവൻ. ആ സാധനം ഇത്തിരി കുറവാ. ഇന്നെന്താണാവോ പ്രത്യേകിച്ച്? എന്തേലും പറയാനുണ്ടോ? സ്ഥിരം പറയുന്നത് തന്നെയാ, അതല്ലേ എൻ്റെ പ്രാർത്ഥന. പറയ്, കേൾക്കുമായിരിക്കും. കേൾക്കും. നിന്റെ മനസ്സിളക്കാൻ ഒരു പെണ്ണ് വരും, നോക്കിക്കോ. എന്നാ പോയി പറയ്. ദൈവത്തിനിപ്പോ ബ്രോക്കർ പണിയും തുടങ്ങിയോ? നിന്ന് താമസിക്കണ്ട, പോയിക്കോ. എൻ്റെ സമ്മതമില്ലാതെ മനസ്സിളക്കി മറിക്കുന്നവളെ എനിക്കൊന്ന് കാണണം. ദേവിയമ്മ റൂം വിട്ട് പുറത്തേക്കിറങ്ങി. കാല് എങ്ങനെ ഉണ്ട്? വേദന മാറിയോ? നീരജ ഒരു പ്ലേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റുമായി റൂമിലേക്ക് കയറി വന്നു. ഇപ്പം മാറി. അതെന്താ, ഇന്നലെ വേദന ഉണ്ടായിരുന്നോ? നീരജയുടെ കൂർത്ത നോട്ടം. നിഷ മൗനമായി. എന്താ, എന്തു പറ്റി? പറയ്. അവൾക്ക് അരികിലായിരുന്നു. അത് ഇച്ഛ ഡോക്ടർ. വേണ്ട, നിന്റെ ഇച്ഛായൻ തന്നെയാ, അങ്ങനെ വിളിച്ചോ. ആൻറ്റി. നിഷയുടെ തലമുടിയിൽ മൃദുവായി തഴുകി. എന്നോട് പറഞ്ഞിട്ടാ ഈ റൂമിലേക്ക് വന്നത്. ഈ ആനി കൊച്ചിനെ ചെക്കന് ജീവനാ, പ്രാണവായു പോലെ. മോൾക്ക് ഇഷ്ടമല്ലേ? അത് ഞാൻ എന്താ പറയണ്ടേ? വല്യമ്മച്ചോട് ചോദിക്ക്. അപ്പോൾ പ്രാന്തനെ ഇഷ്ടമാണ്. നിഷയുടെ കണ്ണിൽ പ്രണയത്തിളക്കം.
ചേട്ടത്തി ഡെന്നിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാൻ പോയതാ. ആള് അവിടെ ഇല്ലല്ലോ. ഇല്ലേ, എന്നോട് ഒന്നും പറഞ്ഞില്ല. ഈ ചെക്കൻ ഇങ്ങനാ, നിന്ന നിൽപ്പിൽ എങ്ങോട്ടേലും ഇറങ്ങിപ്പോകും. അവിടെയാകുമ്പോൾ എപ്പോഴും ഹോസ്പിറ്റലാവും. വീട്ടിൽ വന്നാലായി, വന്നില്ലെങ്കിലായി. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ പിടിച്ച് കെട്ടിക്കാൻ പെണ്ണെ. അപ്പോൾ എൻ്റെ കൊച്ചൻ ഒന്ന് ഒതുങ്ങും. വല്യമ്മച്ചി റൂമിലേക്ക് കയറി വന്നു. നിന്റെ കുടുംബത്തിൽ ഏതേലും കാണാൻ കൊള്ളാവുന്ന കൊച്ചുങ്ങളുണ്ടോ മേരിക്കുട്ടി? വല്യമ്മച്ചിയുടെ കണ്ണുകൾ നിഷയിൽ പാളി വീണു. കയ്യിലിരുന്ന പ്ലേറ്റിൽ അമർത്തി പിടിക്കുന്നുണ്ട്. മുഖം വീർത്ത് കയറി. എൻ്റെ കൊച്ചനെ സുന്ദരനും ഒരു ഡോക്ടറുമാണ്. അതുകൊണ്ട് പെണ്ണ് രാജകുമാരി ആയിരിക്കണം. അതമ്മച്ചി, അപ്പച്ചൻ്റെ ചേട്ടൻ്റെ കൊച്ചുമോളുണ്ട്, എഞ്ചിനീയറാ. ഡെന്നി മോന് ചേരും. മേരിക്കുട്ടി കാര്യമായി സംസാരിക്കുവാണ്. നീരജ ചിരി അമർത്തി. ഹാ, എന്നാ വാ, നമുക്കൊന്ന് ആലോചിക്കാം. വല്യമ്മച്ചി മുന്നേ നടന്നു. മേരി പിന്നാലെയും. എന്തേ കഴിക്കാത്തെ? കഴിക്ക്. എനിക്ക് വേണ്ട, വിശപ്പ് തോന്നുന്നില്ല. അതെന്താ തോന്നാത്തെ? കഴിച്ചേ പറ്റൂ. ഞാൻ പോയി ചെക്കനെ ഒന്ന് വിളിക്കട്ടെ. അവർ പുറത്തേക്ക് നടന്നു. തിരിഞ്ഞു നോക്കി. എൻ്റെ ചെക്കന് ഈ രാജകുമാരി മതി. ഇനി ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അവൻ കേൾക്കില്ല. പെട്ടെന്ന് കഴിച്ചോ, ഇല്ലേൽ ഭ്രാന്തൻ കയറും പൊട്ടിച്ച് ഇങ്ങ് വരും. നിഷയുടെ മുഖം സന്തോഷത്തിൽ വിടർന്നു. നീരജ പുറത്തേക്കിറങ്ങി. ഡെന്നിച്ചൻ, ആനയുടെ ഭ്രാന്തൻ. കവിൾ തടങ്ങളിൽ പ്രണയത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു.